Hi friends, welcome to Sakshi Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണിത്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ ഉണ്ണിയപ്പത്തിനായിട്ട് ഞാൻ ഇവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് കടയിൽ വാങ്ങാൻ കിട്ടുന്ന സാദാ ഒരു അരിപ്പൊടിയാണ്. ഇടിയപ്പത്തിനും പത്തിരിയൊക്കെ തയ്യാറാക്കാൻ എടുക്കുന്ന അരിപ്പൊടി. ഇത് 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ഇത് 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര എടുക്കുക. ഇനി ഈ ശർക്കരയൊന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഈ ശർക്കര നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ ശർക്കര നല്ലോണം ഒന്ന് ഉരുകി വരണം. അപ്പോൾ ഈ ശർക്കര ഒന്ന് ഉരുകി വരട്ടെ. ഇനി എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് അരിപ്പൊടിയിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കരപ്പാനി ചേർക്കാം. ശർക്കരപ്പാനി അരിച്ചു വേണം ഒഴിച്ചു കൊടുക്കാൻ. ഈ ശർക്കരയിൽ ചിലപ്പോൾ അഴുക്ക് കാണും. അത് ഇതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചു കൊടുക്കുക. ഇനി കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കരപ്പാനി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും വേണ്ടത് പഴമാണ്. ഞാനിവിടെ 3 പാളയംകോടൻ പഴം എടുത്തിട്ടുണ്ട്. നല്ലോണം പഴുത്ത പഴം നോക്കി എടുക്കുക. ഇനി ഈ മാവ് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഴം കൂടി ചേർക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിപ്പൊടി കലക്കിയ ആ സെയിം പാത്രത്തിലോട്ട് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കറുത്ത എള്ളാണ്. ഇത് 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വല്പം ഉപ്പ് ചേർക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവിരിക്കാൻ. ഞാനിതിൽ മൈദയോ സോഡാപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഈ മാവ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉണ്ണിയപ്പം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പക്കാര ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലെ ഓരോ കുഴിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുഴികളിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു വശം ആകുമ്പോൾ ഇതൊന്ന് തിരിച്ചിടാം. പപ്പടം കുത്തി വെച്ചിട്ടോ അതല്ലെങ്കിൽ 2 ഫോർക്ക് വെച്ചിട്ടാണെങ്കിൽ എളുപ്പത്തിൽ ഇത് തിരിച്ചിടാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ആയി വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഉണ്ണിയപ്പം എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതേ നോക്ക്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണിത്. വൈകുന്നേരങ്ങളിൽ വളരെ പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ ഇത് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നിങ്ങളിത് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.